അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് നേരെ കർണാടക പോലീസിന്റെ കയ്യേറ്റ ശ്രമം. രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് പോലീസ് അതിക്രമം. തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിൽ നിന്നെത്തിയവരോട് സംഭവ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർണാടക പോലീസ് പ്രകോപനം സൃഷ്ടിച്ചത്. രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ പേരുടെയും പേരെഴുതിയ പട്ടിക തയ്യാറാക്കി ജില്ലാ കളക്ടറുടെ സമ്മതപത്രം വാങ്ങണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അങ്ങേയറ്റം മോശം പെരുമാറ്റമാണ് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ടീമിനായിട്ട് ഇപ്പം കയറിയില്ലേ, അയാള് വന്നിട്ട് നമ്മളെ രഞ്ജിത്തിന് ബാക്കിയുള്ളവരെ അടിച്ച് ഞാൻ പോയിക്കോളാം, ഇതിനു വേണ്ടിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം, ഇവരെ എല്ലാരും പുറത്താക്കരുത്. പോലീസ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനാവുന്നില്ല. SP കുറച്ച് വയലന്റ് ആയിട്ടുണ്ടായിരുന്നു. SP പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പോട്, നിങ്ങളെ കൊണ്ട് ഇവിടെ ആവശ്യമൊന്നുമില്ല, ഇവിടെ എല്ലാവരും കർണാടകക്കാരനെ എല്ലാ സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ആവശ്യമില്ല, നിങ്ങൾ പോടുന്നാണ് പറഞ്ഞത്. അതന്നെ ഇപ്പം മലയാളികളെ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു നിങ്ങൾ മലയാളിയാണെന്നെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, ഇവിടെ നിൽക്കാൻ പാടില്ല. നൂറുകണക്കിന് പേരാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നതിനായി ഷിരൂരിലെത്തുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മുൻപുണ്ടായ ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചവരാണിവർ. എന്നാൽ കർണാടക പോലീസിന്റെ നിലപാട് കാരണം ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാനാവാതെ ഇവർക്ക് മടങ്ങേണ്ടി വരികയാണ്. കൈരളി ന്യൂസ്, ഷിരൂർ.